ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. CJ റോയുടെ ആത്മഹത്യയിൽ നിർണായക നീക്കവുമായി SIT. അന്വേഷണം റോയുടെ ഇന്റർനെറ്റ് കോളുകൾ കേന്ദ്രീകരിച്ച്. ദുബായിലെ ഇടപാടുകളിലും പരിശോധന. കുടുംബത്തോട് ബിസിനസ് രേഖകൾ ആവശ്യപ്പെട്ടു. ഇടപാടുകാർ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കോൺഫിഡന്റ് ഗ്രൂപ്പ്. സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭ ഇന്നും പ്രക്ഷുബ്ധം. മുഖ്യമന്ത്രിയുടെ കോപ്രായ പരാമർശത്തിനെതിരെ VD സതീശൻ. സാർ, ഇവിടെ കോപ്രായം നടത്തിയത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. കോപ്രായം നടത്തിയ ആളുകളൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞങ്ങൾ ആരും ഒരു കോപ്രായവും നടത്തിയിട്ടില്ല. നിയമസഭയിൽ പ്രതിഷേധിച്ചു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ച് മന്ത്രിമാർ. ഇന്നലെ ഞങ്ങൾ പ്രിയങ്ക ഗാന്ധിയെക്കുറിച്ചോ സോണിയാഗാന്ധിയെക്കുറിച്ചോ പറഞ്ഞതിൽ ഏത് വാക്കാണ് അധിക്ഷേപകരം എന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ഇവിടെ പറയണം, ഇവിടെ ഈ സഭയിൽ പറയണം. അപ്പൊ ഈ സ്വർണം കട്ടവൻ, കട്ട സ്വർണം വാങ്ങിയവൻ, അത് ഉരുക്കിയെടുത്തവൻ, അവര് എങ്ങനെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് എത്തിച്ചു എന്ന് അങ്ങ് പറഞ്ഞാൽ സോണിയാഗാന്ധിക്ക് പട്ടരമാറ്റിന്റെ തടക്കം. വാച്ച് ആൻഡ് വാർഡിനെ ബാനർ കെട്ടിയ കമ്പുകൊണ്ട് തല്ലിയത് ആരെന്നറിയാമെന്ന് സ്പീക്കർ. ഇന്നലെ ആ ബാനർ കെട്ടിയ ആ കമ്പ് കൊണ്ട് തല്ലിയിട്ടുണ്ട്. ഞാൻ ആളെ പേര് പറയുന്നില്ല. ആള് പേര് പറഞ്ഞാൽ അത് ആ ബഹുമാനപ്പെട്ട അംഗത്തിന് ക്ഷീണമാവും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല. എന്നെ കൊണ്ട് ഇനി പറഞ്ഞേ അടിയിക്കുന്നുള്ള വാശിയിട്ട് ഞാൻ പറയാൻ നിർബന്ധിതമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കുറ്റപത്രം വൈകുന്നതിൽ ആശങ്കയില്ലെന്ന് ഹൈക്കോടതി. പ്രതികളുടെ സ്വാഭാവിക ജാമ്യം അന്വേഷണത്തെ ബാധിക്കില്ല. അസാധാരണ കേസിൽ ഓരോ കണ്ണിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെന്ന് ദേവസ്വം ബെഞ്ച്. പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയാൻ മാറ്റി. സംസ്ഥാനത്തോടുള്ള കേന്ദ്ര സമീപനം അടിയന്തരമായി തിരുത്തുകയും കേരളത്തിന്റെയും ഇന്ത്യയുടെ ആകെയും വികസനത്തിന് അനിവാര്യമായ ആവശ്യങ്ങളാണ് കേരളം ഉന്നയിക്കുന്നത്. ഇത് മനസ്സിലാക്കി കേരളത്തിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ഈ സഭ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. കേന്ദ്ര സർക്കാർ അവഗണനയ്ക്കെതിരെ നിയമസഭയിൽ പ്രമേയം. സംസ്ഥാനത്തിന്റെ 29 ആവശ്യങ്ങളിൽ ഒന്നുപോലും പരിഗണിച്ചില്ലെന്ന് മുഖ്യമന്ത്രി. ഭൂമി കണ്ടെത്തിയിട്ടും എയിംസ് നൽകിയില്ല. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമെന്നും പിണറായി വിജയൻ. സ്വകാര്യ ബസ്സുകളോട് KSRTC മത്സരിക്കാനില്ലെന്ന് ഗതാഗത മന്ത്രി. സർക്കാർ നയം അതല്ലെന്ന് മുഖ്യമന്ത്രിയുടെ തിരുത്ത്. മലക്കം മറിഞ്ഞ് ഗണേഷ് കുമാർ. സ്വകാര്യ ബസ് റൂട്ടിൽ നിന്ന് KSRTC പിൻവലിക്കില്ലെന്ന് മന്ത്രി. ഇന്ത്യ-US വ്യാപാര കരാർ വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ. കരാർ കർഷക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതെന്ന് പീയൂഷ് ഗോയൽ. ചില മേഖലകളിൽ മികച്ച നേട്ടമെന്നും വാണിജ്യമന്ത്രി. പ്രതിപക്ഷ ബഹളത്തിൽ ലോക്സഭ നിർത്തിവെച്ചു. SIR ഹർജിയിൽ വാദിക്കാൻ മമതാ ബാനർജി സുപ്രീം കോടതിയിൽ നേരിട്ടെത്തി. പ്രശ്നങ്ങൾ കോടതിയെ നേരിട്ട് അറിയിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി. ഹർജി പരിഗണിക്കുന്നത് ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച്. SP വെങ്കിടേഷിന് വിട ചൊല്ലി കലാലോകം. സംസ്കാരം അല്പസമയത്തിനകം ചെന്നൈയിൽ. അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. SPV ഇനി സംഗീത പ്രേമികളുടെ ഹൃദയങ്ങളിൽ.